ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം കണ്ട് സ്വപ്നം കണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ നമ്മൾ കാത്തിരുന്ന LGSൻ്റെ സ്റ്റേജ് 2 ആൻസർ കീ പ്രസിദ്ധീകരിച്ചു. 4 സ്റ്റേജുകളായിട്ടാണ് LGS പരീക്ഷ നടന്നത്. അതിൽ 1, 3, 4 ഘട്ടങ്ങളുടെ ആൻസർ കീ നേരത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഇന്നിപ്പോൾ 2ാം ഘട്ടത്തിൻ്റെ ആൻസർ കീ എത്തിയിട്ടുണ്ട്. 2ാം ഘട്ടമായിരുന്നു പൊതുവെ കുട്ടികളെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയ ചോദ്യപേപ്പർ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിലീഷനും 2ാം ഘട്ടത്തിൽ തന്നെ. 100 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തതിൽ 10% ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു, അതായത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഉത്തരമില്ലാത്ത കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഉത്തരം തെറ്റായി ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത് കൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഒത്തിരി കുട്ടികൾ കൺഫ്യൂഷൻസ് പറഞ്ഞതുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ നിരവധി അനവധി കാരണങ്ങൾ കൊണ്ട് 11 ചോദ്യങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. 2 ചോദ്യങ്ങളുടെ ഉത്തര കീയിൽ പ്രൊവിഷണൽ കീയിൽ വന്നതിനേക്കാൾ മാറ്റം സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ ആകെ 13 ചോദ്യങ്ങളിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. പലരും കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന മാർക്കുകളിലൊക്കെ കാര്യമായ ഗണ്യമായ വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമുക്ക് ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോയാൽ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യം ഇത് എ കോഡാണ്. ചോദ്യം നമ്പർ 7. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം. കുറിച്യ കലാപത്തിൻ്റെ കാരണം നമുക്കറിയാം. സത്യത്തിൽ ആ വർഷത്തിന് അവിടെ പ്രസക്തിയൊന്നുമില്ല. 1812 കുറിച്യ കലാപത്തിൻ്റെ വർഷം. അത് 21 അച്ചടിച്ചപ്പോൾ ആ വർഷവുമായിട്ട് ആ ചോദ്യത്തിനോ ഉത്തരത്തിനോ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ ചോദ്യം ഡിലീറ്റ് ചെയ്തു. അടുത്ത 10ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം. അത് ശരിക്കും ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം എനിക്കറിയില്ല എന്തിനാ ഡിലീറ്റ് ചെയ്തതെന്ന്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ഇവിടെ തന്നിരിക്കുന്നതിൽ ദിവ്യ ദേശ്മുഖാണ്. PSC ബുള്ളറ്റിനിലുണ്ട്, പത്രങ്ങളിലൊക്കെ വന്നതാണ്. പിന്നെ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യം നമ്പർ 20. അത് അന്നേരം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമായിരുന്നു. DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ CS കോത്താരി DS കോത്താരിയായി. ഇതാണോ അത് ഒഴിവാക്കാൻ വന്ന റീസൺ എന്നെനിക്കറിയില്ല. പക്ഷേ ഉത്തര കീയിൽ 10+2+3+ മാറ്റാൻ അതിനകത്ത് വരുന്നതല്ല. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതായിരുന്നു. ഇനിയും ഒഴിവാക്കപ്പെട്ട ചോദ്യം നമ്പർ 43. 43ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ പെരിയാറിൻ്റെ നീളം. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ചോദ്യമാണ്. എല്ലാവർക്കും അറിയാം 244 കിലോമീറ്റർ. ആ ഒരു ഓപ്ഷൻ അതിനകത്തില്ല, അതുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ്, വിവാദത്തിൽ വന്ന ചോദ്യവുമാണ്. ഇനി ഉത്തരം മാറിയത് 53ൻ്റെ ഉത്തരം മാറി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. അന്ന് ആൻസർ കീ പറഞ്ഞപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞു 1, 2, 3 ശരിയാണെന്ന്. ആ ഒരു ആൻസർ കീയാണ് ഇപ്പം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. B ഓപ്ഷനാണ് ശരി. അടുത്തത് പ്രധാന വരുമാന സ്രോതസ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? കാപ്പി, നെല്ല്, നാളികേരം, കുരുമുളക്. നാളികേരം, കുരുമുളക് കൺഫ്യൂഷനുണ്ട് എന്ന് നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തതാണ്. അടുത്തത് 74ാമത്തെ ചോദ്യം. 74 ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. അമൃതം ആരോഗ്യം. ഇവിടെ അമൃതം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എല്ലാ ചാനലിലും ഇത് ചർച്ച ചെയ്യപ്പെട്ട ചോദ്യങ്ങളാണ്. ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് WHO ലോക ആരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ്. അടുത്തത് ഉത്തരമില്ലാത്ത ചോദ്യം. 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലെസ്സാകൂ. ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം അതിലില്ല.
ചോദ്യ നമ്പർ 86. റൂട്ട് ഓഫ് എക്സ് ബൈ 221 2. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 884. പ്രൊവിഷണൽ കീയിൽ തെറ്റായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതിപ്പോൾ 884 എന്ന് കറക്റ്റാക്കി വന്നിട്ടുണ്ട്. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതിൽ പ്രത്യേകിച്ചൊരു രീതിയിൽ നമുക്കതിനെ ഒറ്റയാനെ കണ്ടെത്താൻ ഒക്കത്തില്ല. 2 ഇരട്ട സംഖ്യ, 2 ഒറ്റ സംഖ്യ, 6ൻ്റെ 2 ഗുണിതങ്ങൾ, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് 7ൻ്റെ ആണേലും 2 ഗുണിതങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും അതിൽ ഒറ്റയാനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് 11 ചോദ്യങ്ങൾ ഒഴിവാക്കിയത്. ഇതിൽ 2-3 ചോദ്യങ്ങൾ എന്തിനൊഴിവാക്കപ്പെട്ടു എന്ന് യാതൊരു രീതിയിലും വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ച് വന്നതുകൊണ്ടോ കൺഫ്യൂഷനുകൾ ഉള്ളതുകൊണ്ടോ ആവാം ഡിലീറ്റ് ചെയ്യപ്പെട്ടതെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ വെല്ലുവിളി 100 ചോദ്യങ്ങളും ശരിക്ക് ചോദിക്കാൻ PSC ചോദ്യകർത്താവിന് സാധിക്കണേ എന്നുള്ളതാണ്. വെറും 100 ചോദ്യങ്ങൾ, അതും LGS പോലുള്ള ഒരു സാധാരണ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ 11 ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ട രീതിയിലുള്ള തെറ്റുകൾ, 2 ചോദ്യങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീയിലെ ഉത്തരം മാറി, അത് നമുക്ക് സഹിക്കാം. 2 ചോദ്യം എന്ന് പറയുമ്പോൾ നോമിനലി ടു എറർ ഈസ് ഹ്യൂമൺ, മാനുഷികമാണ്, തെറ്റ് മനുഷ്യ സഹജമാണ്, സംഭവിക്കാം. പക്ഷേ 100 ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ 11 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തെറ്റ് സംഭവിക്കുക അതത്ര നിസ്സാരകരമായ കാര്യമല്ല. അടുത്തിടെയുള്ള എല്ലാ PSC പരീക്ഷകളിലും എല്ലാ ചോദ്യപേപ്പറിലും 5നും 10നും ഇടയിലുള്ള ചോദ്യങ്ങൾക്ക് ഡിലീഷൻ സംഭവിക്കുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഡിലീഷൻ സംഭവിച്ചത് ഡിഗ്രി പ്രിലിംസിൻ്റെ 16 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതും ഏകദേശം അതിനോട് അടുത്ത് വന്നു. 11 ഡിലീഷൻ, 2 ആൻസർ കീയുടെ തിരുത്തൽ. എനിവേ, എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ ചോദ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പരീക്ഷകളുടെ ചോദ്യപേപ്പറിനായി LGS, LDC ലെവലിലുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.